Okay. This is a second question from projection of solids. That is, the solid is inclined to both HP and VP. Last class we were discussing about a solid which is sustain only with HP. Okay. Here the square prism that is inclined to both HP and VP. I will show how it is happened. Let it take it as actually it is a rectangular prism, but assume it's a square. Okay, this is a top view and it is resting on one of its base edge on HP. So when the inclination is given, the first projection or first figure is like this. We already rotate the first rotation in the previous question and we draw the top view of the solid. Okay, the simple position is like this, top view and the front view. Okay, and the front view is rotated with inclination of 30 degree. Okay, like this, and the top view will be, it will be the top view. Okay, clear. That means simple position ഇരിക്കുന്ന ഒരു സോളിഡിനെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഇങ്ങനെ ഇരിക്കും. ഇത് ഫ്രണ്ട് വ്യൂ, ഇത് ടോപ്പ് വ്യൂ. ദെൻ അതിന് ഇൻക്ലിനേഷൻ വിത്ത് HP എന്ന് പറയുമ്പോൾ നമുക്കത് ഫ്രണ്ട് വ്യൂവിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഇരിക്കുന്ന സോളിഡിന് ഫ്രണ്ട് വ്യൂവിൽ എത്ര ഡിഗ്രി ആണോ ഇൻക്ലിനേഷൻ അത് മേക്ക് ചെയ്തുകൊണ്ട് അതിന്റെ ഫ്രണ്ട് വ്യൂ റൊട്ടേറ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ നിന്നുള്ള ടോപ്പ് വ്യൂ എടുക്കും. ആ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. അപ്പം ഫസ്റ്റ് ടോപ്പ് വ്യൂവില് നമുക്ക് ഇവിടെ ഇരുന്നപ്പോൾ ഇതിന്റെ സ്ക്വയർ ഫേസ് അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഫേസ് മാത്രമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻക്ലിനേഷൻ വന്നു കഴിഞ്ഞ് കാണുന്നത് അതിന്റെ ഒരു ഫേസ് ഇവിടെയും ഒരു ഫേസ് ഇവിടെയും കാണും. ഓക്കെ, ലാസ്റ്റ് പ്രോബ്ലം നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യു ക്യാൻ സീ ദ ടോപ്പ് ഫേസ് ആൻഡ് വൺ ഓഫ് ദ എഡ്ജ് അഡീഷണൽ ടു ഇറ്റ്. ഓക്കെ, and we are actually discussing about two problems. Okay, a square and I think a hexagonal is also done. It's okay. Here the inclination with HP is given and one more inclination is given, that is 40 degree to XY line in top view. Okay, that means here the solid is, the projection is like this. Then ഈ കിട്ടിയ പ്രൊജക്ഷന് അടുത്ത ഇൻക്ലിനേഷൻ നമ്മൾ മേക്ക് ചെയ്യണം. XY ലൈനുമായിട്ട് അടുത്തൊരു ഇൻക്ലിനേഷൻ കൂടെ മേക്ക് ചെയ്തിട്ട് ഇതിന്റെ ഫ്രണ്ട് വ്യൂ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ വരച്ചു വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിന് എത്ര റൊട്ടേഷൻസ് ഉണ്ട്? ആദ്യം ഒരു സിമ്പിൾ പൊസിഷന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഉണ്ട്. ദെൻ അതിനുശേഷം HP ആയിട്ടുള്ള ഇൻക്ലിനേഷൻ നമ്മൾ ഇവിടെ വരക്കും ആൻഡ് അതിന്റെ ടോപ്പ് വ്യൂ വരക്കും. ദെൻ ആ ടോപ്പ് വ്യൂവിനെ എടുത്ത് XY ലൈനുമായിട്ടുള്ള അടുത്ത ഇൻക്ലിനേഷൻ 40 ഡിഗ്രിയും കൊടുക്കുകയും. ഓക്കെ, അപ്പൊ ടോട്ടൽ നമ്മൾ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ കൂടെ ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ടോട്ടൽ 6 ഫിഗറുകൾ വരക്കാനുണ്ട്. സോ വി ക്യാൻ സ്റ്റാർട്ട്. ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രോബ്ലത്തിലും ഇറ്റ്സ് ബെറ്റർ ടു സ്റ്റാർട്ട് ഫ്രം ദ ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂവിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് XYയിൽ നിന്ന് ഒരു അസ്യൂം ചെയ്തൊരു 20 mm ഡിസ്റ്റൻസ് താഴത്തേക്ക് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ മാക്സിമം ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് വരക്കുകയാണ്. ബിക്കോസ് നമുക്കിവിടെ 6 ഫിഗറുകൾ മൊത്തം വരക്കാനുണ്ട്, ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ കൂടെ ചേർത്തിട്ട്. അതിൽ ടോപ്പ് വ്യൂവിൽ 3 ഫിഗറുകളുണ്ട്. ഓക്കെ, 35 mm ആണ് അതിന്റെ ഒരു ബേസിന്റെ ലെങ്ത്. സോ 35 mm എടുത്ത് ഞാൻ വരക്കുന്നു. സോളിഡിന്റെ വിസിബിൾ എഡ്ജ് ആയതുകൊണ്ട് തന്നെ അത് തിക്കായിട്ട് വരക്കാം നമുക്ക്. ഓക്കെ, ദെൻ ഇവിടെ നിന്നുള്ള പ്രൊജക്ഷൻ വരക്കണം. അത് തിൻ ലൈൻ ആയിരിക്കും, കാരണം അത് റെഫറൻസ് ലൈൻ എന്നാണ് അതിനെ വിളിക്കുന്നത്, ഓർ പ്രൊജക്ഷൻ ലൈൻ. ഓക്കെ, ദെൻ ഇവിടുന്ന് സോളിഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സോളിഡിന്റെ എഡ്ജ് തിക്കായിട്ട് തന്നെ വീണ്ടും വരും. ഓക്കെ, it will be the front view. നമുക്ക് അനോട്ടേഷൻ കൊടുക്കാം. ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ടോപ്പ് വ്യൂവിലെ ബേസ് എഡ്ജുകൾക്ക്
എല്ലാം നമുക്ക് എ ബി സി ഡി എന്ന് കൊടുക്കും. ടോപ്പ് ഫേസിന് കറസ്പോണ്ടിങ് ആയിട്ട് എയുടെ നേരെ മുകളിൽ വരുന്ന കോർണർ 1 2 3 4. ഓക്കെ, എ ബി സി and D. These all points are base coordinates, so it is hidden. 1 2 3 and 4 are the top coordinates. അതെല്ലാം നമ്മൾ വിസിബിൾ ആയിരിക്കും ടോപ്പ് വ്യൂവില്. സോ അത് നമ്മൾ ബ്രാക്കറ്റ് ഇല്ലാണ്ട് കൊടുത്തു. ദെൻ ഫ്രണ്ട് വ്യൂ എ ഡാഷ് ആൻഡ് ബി ഡാഷ്. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ഫ്രണ്ട് വ്യൂവില് എ ഡാഷും ബി ഡാഷും വിസിബിൾ ആയിരിക്കും. സിയും ഡിയും ബ്രാക്കറ്റിലായിരിക്കും. സി ഡാഷ് ആൻഡ് ഡി ഡാഷ്. ഹിയർ 1 dash 2 dash are visible. 3 dash and 4 dash are in bracket. ഓക്കെ, ഇത് കൃത്യത ഉണ്ടായിരിക്കണം. ബിക്കോസ് മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ പ്രവർത്തനം കുറച്ചുകൂടെ ബുദ്ധിമുട്ട് വരും. ഓക്കെ, ദെൻ ദ ഫസ്റ്റ് ഇൻക്ലിനേഷൻ ക്യാൻ ബി ഗിവൺ. നമുക്ക് ഇവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാറി, ഇവിടുന്ന് ഒരുപാട് അടുത്ത് പോകരുത്. കാരണം ഈ സോളിഡിന്റെ 35 mm ഇങ്ങോട്ട് മാറി വരാനുണ്ട്. ഓക്കെ, അതിനനുസരിച്ച് ഒരു ലെങ്ത് മാറ്റി നമ്മളൊരു ഇൻക്ലിനേഷൻ കൊടുക്കാം. ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. ആ പോയിന്റിൽ നിന്ന് ഫസ്റ്റ് ഇൻക്ലിനേഷൻ 30 ഡിഗ്രി ആണ്. സോ 30 ഡിഗ്രി ഇൻക്ലിനേഷനിലുള്ള ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, 30 ഡിഗ്രി മാർക്ക് ചെയ്ത് നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്യുന്നു. 60 mm ആണ് ഡിസ്റ്റൻസ്. ഓക്കെ, ദെൻ ഇവിടെ ഇതേ പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈനുകൾ രണ്ടിടത്തേക്കും വേണം. ബിക്കോസ് നമുക്കത് അതിന്റെ ബേസ് കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ്. മാർക്ക് ചെയ്തിട്ട് വരക്കുവാണെന്നുണ്ടെങ്കിൽ ചരിഞ്ഞു പോയില്ല. പലർക്കും അത് ഒരു ഇഷ്യൂ വരാറുണ്ട്. ഇവിടെ നേരെ 35 mm എടുത്തങ്ങ് വരക്കും. അപ്പോൾ ഒരല്പം ചരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഫിഗർ മൊത്തത്തിൽ ഒരു വൃത്തി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ മാർക്ക് ചെയ്തിട്ട് പിന്നെ ഇവിടുന്ന് കറക്റ്റ് 35 mm എടുത്ത് വരച്ചാൽ മതിയാവും. അല്ലെങ്കിൽ ജസ്റ്റ് തിൻ ലൈൻ വരച്ചിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കോമ്പസ് എടുത്തിട്ട് മാർക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഓക്കെ. ദെൻ നമുക്ക് പ്രൊജക്ഷൻ താഴത്തേക്ക് പ്രൊജക്ട് ചെയ്യാം ഈ പോയിന്റ്സ് എല്ലാം. ഓക്കെ, ഇവിടുന്ന് ലൈൻസ് നമുക്ക് വരച്ചു വെക്കാം. അനോട്ടേഷൻ കൊടുത്തതിന് ശേഷം ആണെങ്കിലും നമുക്ക് ചെയ്യണം. So I just draw the line, then give the annotations. The point is A dash and D dash. ഇതേപോലെ തന്നെ ഇവിടെ കൊടുത്താൽ മതി. ബി ഡാഷ് ആൻഡ് സി ഡാഷ്. പക്ഷേ ഈ സോൾഡ് തന്നെയാണ് ഇവിടെ ചരിച്ചു വെച്ചാൽ ആ ഒരു ഐഡിയ ഉണ്ടായാൽ മതി. 1 dash and 4 dash, 2 dash and 3 dash. ഓക്കെ, ഇവിടെ ബ്രാക്കറ്റ് കൊടുത്ത് അതുപോലെ തന്നെ സെയിം ഇവിടെ. ദെൻ നമുക്ക് ഓരോ പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ഈ പോയിന്റിൽ നിന്നുള്ള എയും ഇവിടെ നിന്നുള്ള എയും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും എ. ബി ഡാഷ് ആൻഡ് ബി, ദെൻ സി ആൻഡ് ഡി. സെയിം 1 2 3 and 4. ക്ലോക്ക് വൈസ് കറക്റ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തുള്ള ഒരു ഗുണം നമുക്ക് ഫസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്ത് സെക്കൻഡ് പോയിന്റ് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരേപോലെ പേര് കൊടുക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞതിന്റെ ഒരു റീസൺ ഇതാണ്. ദെൻ ബൗണ്ടറി ലൈൻസ് എല്ലാം തിക്കായിരിക്കും. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ 2 പോയിന്റ്സ് പറഞ്ഞിരുന്നു. ഹോൾ ബൗണ്ടറി ലൈൻസ് ആർ തിക്ക് ലൈൻസ്. ആ വീഡിയോ കാണാത്തവരും അതൊരു ഒന്നുകൂടെ മനസ്സിൽ ഉറപ്പിക്കുക. ഹോൾ ബൗണ്ടറി ലൈൻസ് ആർ തിക്ക് ലൈൻസ്. അപ്പോൾ ഇതിൽ ബൗണ്ടറി ആയിട്ട് വരയ്ക്കുന്ന ലൈനുകളെല്ലാം നമുക്ക് തിക്കായിട്ട് വരക്കാം. ദിസ് ഈസ് ഈസി വേ. ഇപ്പോൾ ഒരു സോളിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായോ എന്ന് വിചാരിക്കുക. ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ ടോപ്പ് വ്യൂ ആയിട്ട് നമ്മൾ താഴത്ത് വരച്ച് വെച്ചിരിക്കുന്നത്. ഇവിടുന്ന് മുകളിൽ താഴത്തേക്ക് നോക്കുന്നു. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ഒരു റെക്ടാങ്കുലർ ഫേസ് ഇവിടെ ഉണ്ട് എന്തായാലും അല്ലേ, അല്ലെങ്കിൽ സോറി ഇവിടെ ഒരു സ്ക്വയർ ഫേസ് ഉണ്ട് ഈ പ്രോബ്ലത്തിലാണെങ്കിൽ.
അത് ഫുള്ള് നമുക്ക് വിസിബിൾ ആയിരിക്കും. ഇവിടെ അഡീഷണൽ വന്ന ഈ ഫേസും വിസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ സ്ക്വയർ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് 1 2 3 4, അതിൽ 1 2 നമ്മൾ തിക്കാണ്, 2 to 3 തിക്ക് വരച്ചു, 3 to 4 ഓൾറെഡി തിക്കാണ്, 4 to 1 തിക്കാണ്. ഓക്കെ, ദെൻ 2BC 3 ആയിരുന്നു തിക്കാറ് നമ്മൾ വരച്ചു കഴിഞ്ഞു. ബിക്കോസ് ബൗണ്ടറി ലൈൻസ് തിക്കാക്കിയ കൂടി അതായി. ഇനി A to D എന്ന് പറഞ്ഞ ലൈൻ അവിടെ വരാനുണ്ട്. നമുക്കറിയാം അത് നമുക്ക് വിസിബിൾ അല്ല ആക്ച്വലി, ആണോ? ബിക്കോസ് ആ പോയിന്റിലാണ് ഇത് റെസ്റ്റ് ചെയ്യുന്നത്. ഈ പോയിന്റിലാണ് അത് റെസ്റ്റ് ചെയ്യുന്നത്, A to D യിൽ. അപ്പൊ ഇങ്ങനെ മുകളിൽ നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അത് കാണാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഹിഡൻ. സോ ദ ഹിഡൻ ലൈൻസ് ഷുഡ് ബി റെപ്രസെന്റഡ് ആസ് ഡോട്ടർ ലൈൻസ്. ഓക്കെ, ദെൻ ഫൈനൽ സ്റ്റേജിലേക്ക് പോവാം. ഇനി വരുന്നത് 40 ഡിഗ്രി ടു XY ലൈൻ ആണ്. അപ്പൊ നമ്മളിവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ ഈ പ്രോബ്ലം ചെയ്യാം, ശ്രദ്ധിക്കുക. അപ്പൊ ഈ പ്രോബ്ലം ഇതുപോലെ വെച്ചു. ഇപ്പൊ ഈ ടോപ്പ് വ്യൂ ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്ക് ഇനി ഈ ടോപ്പ് വ്യൂവില് ആക്സിസിന് 40 ഡിഗ്രി ഇൻക്ലിനേഷൻ വരുന്ന രീതിയിൽ ഇങ്ങനെ വെക്കാം. ഇവിടെ ഒരു 40 ഡിഗ്രി ഇൻക്ലിനേഷൻ വരച്ചാൽ ഇനി അതല്ല, എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടും 40 ഡിഗ്രി വരക്കാമല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സോളിഡ് എങ്ങനെ ഇരിക്കും? ഇതുപോലെ ഇരിക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് എങ്ങനെ അവിടെ മിച്ചം സ്പേസ് എവിടെ എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം സോളിഡിന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം. ഓക്കെ, ഇവിടെ നിങ്ങോട്ട് സോളിഡ് വെക്കാം, അല്ലെങ്കിൽ ഇവിടെ നിങ്ങോട്ട്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം എനിക്ക് കുറച്ചുകൂടെ സ്പേസ് മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു എളുപ്പ വഴി ഇതാണ്. പക്ഷെ പല ടെക്സ്റ്റുകളിലും പല രീതിയിൽ ചെയ്തിട്ടുണ്ടാവും, ഡിപ്പെൻസ്. ഓക്കെ, ഇപ്പൊ ആക്സിസിന്റെ ഇൻക്ലിനേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഞാനപ്പോൾ അതിനൊരു ബേസ് എഡ്ജിന് ഒരു ഇൻക്ലിനേഷൻ കൊടുക്കുന്ന രീതിയിൽ ചെയ്യാം. അത് ഇതിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ബിക്കോസ് ഇവിടെ നിന്നാണ് 30 ഡിഗ്രി ഇൻക്ലിനേഷൻ എടുക്കുന്നത്. 30 അല്ല, 40 ഡിഗ്രി ഇൻക്ലിനേഷൻ. ദ ലൈൻ ഈസ് ഇൻക്ലൈൻഡ് 40 ഡിഗ്രി ടു XY ലൈൻ ഇൻ ടോപ്പ് വ്യൂ. ഓക്കെ, സ്പേസ് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാനിപ്പോൾ ഒരു 40 ഡിഗ്രി ഇൻക്ലിനേഷൻ വെക്കുന്നു. എന്നിട്ട് ഇനി സോളിഡിനെ നമ്മൾ എങ്ങനെ വെക്കാം എന്ന് ആലോചിച്ച് നോക്കണം. ബിക്കോസ് സോളിഡിന്റെ ലെങ്ത്തും വിഡ്ത്തും നമ്മൾ XY ലൈനിന്റെ മുകളിലേക്ക് പോകാൻ പാടില്ല, അതിൽ ടച്ച് ചെയ്യാൻ പാടില്ല, ഇപ്പുറത്തുള്ള സോളിഡിനെയും ടച്ച് ചെയ്യാൻ പാടില്ല. ഇത്രയും ഡിസ്റ്റൻസ് ഓപ്ഷൻ ഇതിനുണ്ട്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം നമുക്ക് ഞാനിപ്പോ ഇത്രയും താഴെ വെക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ വെക്കാം. ഈ പോയിന്റിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടെ എടുത്ത് നോക്കുക. അപ്പൊ ഈ സോളിഡ് ഇന്റർസെക്ട് ചെയ്യരുത്. ഓക്കെ, ഈ സോളിഡുമായിട്ട് പ്രൊജക്ട് ചെയ്യുമ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് വരുള്ളൂ. അപ്പൊ ഇത് നമുക്ക് ഈസി ആയിട്ട് വരച്ചു വെക്കാം. അങ്ങനെ അതുകൂടെ ചെക്ക് ചെയ്തതിന് ശേഷം വരക്കണം. ഇവിടെ നോക്കണം, ഇതിലിവിടെ ജസ്റ്റ് സ്റ്റോപ്പ് ആവുന്ന രീതിയിലാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഈ സോളിഡിനെ കുറച്ച് മുകളിലേക്കാക്കി വരക്കാം. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരച്ചു തുടങ്ങുള്ളൂ, അല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ പേപ്പറിൽ സ്പേസ് തികയാണ്ട് വരും. അതുണ്ടാവരുത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട്. ഞാനിപ്പോൾ ചെയ്ത കാര്യം ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് C to D ആണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് കോമ്പസിൽ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ മാർക്ക് ചെയ്തു. അത് ഞാൻ കോമ്പസിലാണ് എടുത്തത്. ഇത് ഓൾറെഡി 70 mm ഉണ്ടായിരുന്നു. കാരണം റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ ലെങ്ത് ടോപ്പ് വ്യൂല് കൂടുതൽ വന്നിരിക്കുകയാണ്. ആ ഡിസ്റ്റൻസ് ഞാൻ അവിടെ മാർക്ക് ചെയ്തു. ദെൻ ഇതിന് പെർപെൻഡിക്കുലർ ലൈൻ എനിക്ക് ഇവിടെ വരക്കണം. ഈ പോയിന്റിൽ നിന്ന് അതാണ് ഇത്. ദെൻ ഇവിടെ അതുപോലെ തന്നെ സെയിം ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരക്കാനുണ്ട്. ഇവിടെ ഇന്റർസെക്ട് ചെയ്യും, ഇത് തമ്മിൽ ജോയിൻ ചെയ്യണം. നമുക്ക് ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഏതൊക്കെയാണ് പോയിന്റുകൾ ഞാൻ മാർക്ക് ചെയ്തത്. ദെൻ ആ C to 4 മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ എനിക്ക് ഇനി എന്ത് മാർക്ക് ചെയ്യാനുണ്ട്? D മാർക്ക് ചെയ്യാനുണ്ട്, 3 മാർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എടുത്ത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു. സെയിം ഇവിടെ മാർക്ക് ചെയ്യുന്നു. അതേ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും സ്ക്വയർ പ്രിസം ആയതുകൊണ്ടും ഈ ഡിസ്റ്റൻസ്. ഞാനത് വീഡിയോ ഡിസ്റ്റൻസ് എടുക്കുന്നില്ല, ഇവിടെ നിന്ന് തിരിച്ച് മാർക്ക് ചെയ്യുന്നു. ഇതെല്ലാം ഓരോ ഷോർട്ട് കട്ട്സ് ആണ്. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം. അല്ലെ വീണ്ടും വീണ്ടും നമ്മൾ ആ ലെങ്ത് അവിടെ നിന്ന് എടുക്കാനായിട്ട് കോമ്പസുമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈം അത്രയും പോകും. ഓക്കെ, ഞാനിപ്പം പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്തും തന്നുകൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും സ്പേസ് ടൈം എടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് XY ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ പ്രൊജക്ട് ചെയ്യണം മുകളിലേക്ക്. എല്ലാം പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പോൾ
എല്ലാ പോയിന്റ്സും വെർട്ടിക്കലായിട്ട് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ഇനി ഹൊറിസോണ്ടലായിട്ട് ഈ പോയിന്റ്സ് എല്ലാം എനിക്ക് മാർക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെ 30 ഡിഗ്രി ഇൻക്ലിനേഷൻ കൊടുക്കപ്പെടുത്തപ്പോഴത്തേക്ക് ഈ 2 പോയിന്റ്സും ഏകദേശം ഒരേ ലൈനിൽ കൂടെ പോകുന്നതായിട്ട് വരുന്നുണ്ട്. നെവർ മൈൻഡ്, അത് ചിലപ്പോൾ ഇതിന്റെ മുകളിലോ താഴേക്കേ വരാം, കാര്യമാക്കണ്ട. എല്ലാ പ്രോബ്ലവും ഇതുപോലെ തന്നെ വരണമെന്നല്ല, ഇൻക്ലിനേഷനോ ലെങ്തോ ഒക്കെ മാറിക്കഴിഞ്ഞ് മാറി തിരിഞ്ഞൊക്കെ വരും. അപ്പോൾ ഇവിടെ പോയിന്റ്സിന് ഞാൻ ആദ്യം പേര് കൊടുക്കണം. A, B, C and D. Here 1, 2, 3 and 4. ഇനി ഈ പോയിന്റ്സ് എല്ലാം പ്രൊജക്റ്റ് ചെയ്യാൻ ഇവിടെ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ A മാർക്ക് ചെയ്ത് കാണിക്കാൻ മതി. ഇവിടെ നിന്നുള്ള എയും ഇവിടെ നിന്നുള്ള എയും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ആക്ച്വലി ഇവിടുത്തെ A'. ഓക്കെ, ഈ ബിയും ഇവിടെ നിന്നുള്ള ബിയും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും B'. ഓക്കെ, ദെൻ C'. ഇത് ഞാൻ ആദ്യം പറഞ്ഞു, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇത് രണ്ടിൽ ഇന്റർസെക്ട് ചെയ്യാണ്ട് ഓവർലാപ്പ് ചെയ്യാണ്ട് വരും. ഓക്കെ, ദെൻ D. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ ലൈനാണ്, അപ്പോൾ ശ്രദ്ധിച്ചോണം. D. Then 1, 1'. ഇവിടെ റൈറ്റ് സൈഡിലെ പോയിന്റ് 2', 3' and 4'. ഓക്കെ, ഇത്രയും ആർക്കും തെറ്റത്തില്ല, നല്ല അതിനുള്ള സംശയങ്ങൾ വരാനുള്ള ചാൻസും കുറവ്. ഇനി അങ്ങോട്ടുള്ള പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് നോക്കുക. ഇവിടുന്ന് ഞാൻ ഈ ഒബ്ജക്റ്റിന്റെ ഈ സോളിഡിന്റെ ഇവിടുന്ന് മുന്നിലേക്ക് നോക്കുന്നതാണ് ഇതിന്റെ ഫ്രണ്ട് വ്യൂ, അഥവാ ഈ സോളിഡിന്റെ ടോപ്പ് ഇങ്ങനെ വെച്ചിരിക്കുന്നു. അപ്പൊ ഈ ഒബ്ജക്റ്റിന്റെ ഇവിടുന്ന് മുന്നോട്ട് നോക്കുന്നതാണ് ഇതിന്റെ ഫ്രണ്ട് വ്യൂ, നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ നിങ്ങളുടെ നേരെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആദ്യം കാണുന്നത് ഇവിടെ ഒരു സ്ക്വയർ കാണാം. ആ സ്ക്വയറിന്റെ പേര് എന്തായിരിക്കും? 1, 2, 3, 4. അത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കും ഇവിടെ നോക്കുമ്പോൾ, അല്ലേ? ദെൻ അത് റെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടുന്ന് ഈ സൈഡിലേക്ക് ചെരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ ഫേസ് ഫുള്ള് വിസിബിൾ ആയിരിക്കും, ഇതിന്റെ ബോട്ടം ഫേസും വിസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഒരു സോളിഡ് അങ്ങനെ വെച്ച് കഴിഞ്ഞ് എങ്ങനെ വരും എന്നുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് വിസിബിൾ ആയിരിക്കും, ഇത് വിസിബിൾ ആയിരിക്കും, ഇത് വിസിബിൾ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള ഫ്രണ്ട് വ്യൂ. അപ്പോൾ 1, 2, 3, 4 വിസിബിൾ ആയിരിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ അത് ആദ്യം തിക്ക് ലൈനായിട്ട് വരക്കുന്നു. 1 to 2, 2 to 3, 3 to 4 and 4 to 1. ഓക്കെ, അത് ഫുള്ള് തിക്ക് ലൈനാക്കി ഞാൻ വരച്ചു വെച്ചു. ദെൻ ഇനി എനിക്ക് ഒരു രണ്ട് പ്ലെയിൻ കൂടെ കാണാൻ പറ്റും എന്ന് പറഞ്ഞത് ഏതൊക്കെയാണ്? A to 1, കാരണം റെസ്റ്റ് ചെയ്യുന്ന ആ റെക്ടാങ്കുലർ ഫേസ് എനിക്ക് കാണാൻ പറ്റും. 4 to Dയും കാണാം. ഈ 4 to D കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. അത് അതിന്റെ ബൗണ്ടറി ലൈൻസ്, ഏറ്റവും പുറത്തൂടെ പോകുന്ന ലൈനുകളെല്ലാം തിക്ക് ലൈൻസ് ആയിരിക്കും. ഹോൾ ബൗണ്ടറി ലൈൻസ് ആ തിക്ക് ലൈൻസ്. അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻ ആണ് ഇപ്പോൾ എന്ന് പറഞ്ഞത്. ഈ 2 to 3, 3 to 4, 4 to D, D to A, ഇനി A to B, ഇതെല്ലാം ബൗണ്ടറിയാണ്. അപ്പൊ അതൊക്കെ എന്തായാലും തിക്കായിട്ടേ വരുള്ളൂ. നിങ്ങൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഐഡിയയിൽ എന്തെങ്കിലും സംശയം വരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് ഇപ്പോൾ ഒരു സോളിഡ് അവിടെ ഇരിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ആ സോളിഡിന്റെ ഒരു 3 ഡയമെൻഷണൽ വ്യൂ പോലെയാണ് ഈ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരുന്നത്. 3D അല്ല ആക്ച്വലി. ഓക്കെ, ദെൻ B to C നിങ്ങൾക്ക് വിസിബിൾ ആണോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത സംശയം വരുന്നത്. ആക്ച്വലി C ഇതിന്റെ ഏറ്റവും പുറകിലെ പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ആ C കാണാൻ പറ്റില്ല. കാരണം ഇതൊരു പ്ലെയിൻ ആയിട്ട് സങ്കല്പിച്ച് A, B, 2, 1, 1 to A, ഇതൊരു റെക്ടാങ്കുലർ പ്ലെയിൻ ആണ്. ഇതിന്റെ ഒരു ഫേസ് ആണ്, ഈ ഇരിക്കുന്ന ഫേസ് ആണ്. അപ്പൊ ഈ ഫേസ് കാരണം തന്നെ ഇതിന്റെ പുറകിലുള്ള ഈ സി നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഓക്കെ, സി എന്ന് പറഞ്ഞാൽ ബാക്കിലെ പോയിന്റ്, ഇപ്പോൾ ഹൈറ്റിലിരിക്കുന്ന പോയിന്റ്, അത് നമുക്ക് ബേസിൽ കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അത് ഡോട്ടഡ് ആയിട്ടായിരിക്കും വരുന്നത് B to C. നിങ്ങൾക്കത് കൺഫ്യൂഷൻ ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സോളിഡ് എടുത്തു വെച്ച് ചെക്ക് ചെയ്യാം. ഇതില്ലെങ്കിൽ കുറച്ച് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞേ വരുള്ളൂ. ഇനി ഇല്ലാന്നുള്ളത് അടുത്ത മെത്തേഡ് ഞാൻ പറയാം. ഇതിപ്പോൾ നിങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി ഇത് തിക്കായിട്ട് വരച്ചു. അത് തിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു നിങ്ങൾ വിശ്വസിക്കുന്നു. ദെൻ C to Dയും അപ്പോൾ തിക്കായിട്ട് നിങ്ങൾ വരക്കാൻ പോകും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അത് തെറ്റാണ്. ബിക്കോസ് ഈ രണ്ട് ലൈനും കൂടെ തിക്കായിട്ട് വരക്കുവാണെങ്കിൽ ഇത് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യും. അത് പ്രാക്ടിക്കൽ അല്ല. ബിക്കോസ് നമ്മുടെ ഒരു ലോ ഉണ്ട്, ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിരുന്നു.
ടു തിക്ക് ലൈൻസ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. ഒരു രണ്ട് തിക്ക് ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. അപ്പൊ നമുക്ക് അറിയാം ഇത് തിക്ക് ലൈൻ ആണെന്ന് ഉറപ്പാണ്. അപ്പൊ ഇത് എന്തായാലും ഡോട്ടഡ് ആയി പറ്റും, അല്ലെങ്കിൽ രണ്ടോട് ഇന്റർസെക്ട് ചെയ്യും. സെയിം സിയിൽ നിന്ന് 3യിലേക്കുള്ള തിക്കാണോ ഡോട്ടഡ് ആണോ നിങ്ങൾക്ക് സംശയം വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ തിക്കാക്കി വരക്കണം അത് ഇന്റർസെക്ട് ചെയ്യൂടെ, അപ്പോൾ അത് ഡോട്ടഡ് ആക്കാം. അപ്പൊ ഈ ഒരു റൂൾ കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്രോബ്ലവും ഈസി ആയിട്ട് ചെയ്യാം. സി നിങ്ങൾക്ക് വിസിബിൾ ആണോ ഇല്ലയോ എന്ന് ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച മെത്തേഡ് കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വരച്ചു നോക്കുക. ഡോട്ടഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിവിടെ ലൈൻ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത്രയും കൊണ്ട് നമ്മുടെ പ്രോബ്ലം കംപ്ലീറ്റ് ആയി. ഇനി ഇതിന്റെ ഡയമെൻഷൻസും അനോട്ടേഷൻസും നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ ഇതിന്റെ എന്ത് ചെയ്യാനുണ്ട്, ആക്സിസ് വരക്കാണ്ട്. ബിക്കോസ് ആക്സിസിന്റെ ലെങ്ത് ആണ് വെച്ചാൽ ഇൻക്ലിനേഷൻ വെച്ചാണ് റെഫറൻസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആക്സിസ് വരച്ച് തുടങ്ങാം. ആദ്യം ഇതിനൊപ്പം തന്നെ വരച്ച് പോയാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാനിതിന്റെ ആക്സിസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഒരു രണ്ട് ഡയഗണലിൽ തിൻ ലൈൻസ് ആയിട്ട് വരച്ചു. കാരണം എനിക്ക് ആ തിൻ ലൈൻ വെച്ച് വരച്ചു. ദെൻ ഇവിടുന്ന് പ്രൊജക്ട് ചെയ്യുന്ന ഇവിടെ വരെ തിക്കായിട്ട്, ദെൻ ഇവിടെ ചെയിൻ ലൈൻ വെച്ചിട്ട് ആക്സിസ് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ചെയിൻ ലൈൻ ആയിരിക്കും ആക്സിസിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ ഈ ലൈൻ ഇങ്ങോട്ട് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എത്ര ഡിസ്റ്റൻസ് മാറിയാണോ ആക്സിസ് എന്ന് നോക്കുക. ഇപ്പൊ 35 ആയതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പെൻസിലിൽ തന്നെ ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവും. ഇതേ ഡിസ്റ്റൻസ് തന്നെയല്ലേ ഫുൾ ഇവിടെ വരുന്നത്. ഈ ഡിസ്റ്റൻസും തന്നെയായിരിക്കും ഇവിടെ വരുന്നത്. അതുകൊണ്ട് ഞാൻ ഒറ്റയടിക്ക് എല്ലാം കൂടെ വരച്ചു. എന്തായാലും ഇവിടെ ഞാൻ താഴത്തേക്ക് പ്രൊജക്ട് ചെയ്യുന്നു. ഇന്റർസെക്ട് ചെയ്ത പോയിന്റുകൾ തമ്മിൽ ഞാൻ വീണ്ടും ഇവിടെ ചെയിൻ ലൈൻ കൊടുക്കുന്നു. ആക്സിസിന്റെ ഇൻക്ലിനേഷൻ പറഞ്ഞത് കൊണ്ട് തന്നെ ആക്സിസിനായിരിക്കണം ഫൈനൽ ഇൻക്ലിനേഷൻ കൊടുക്കേണ്ടത്, മാറിപ്പോരുത്. ഇവിടെയും ആക്സിസിന് ഇൻക്ലിനേഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ ആ ലൈൻ XY ലൈൻ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അവിടെ ആയിരിക്കും ഞാൻ ഇൻക്ലിനേഷൻ കൊടുക്കുന്നത്.